ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ നടക്കാൻ പോകും. ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോകും. നടന്നിട്ട് വന്ന ശേഷമാണ് ഫുഡൊക്കെ പ്രിപ്പയർ ആക്കുന്നത്. അത് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് രാവിലെ തന്നെ ചായ ഇട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് അപ്പവും ചട്നിയായിരുന്നു. ചട്നിയുടെ ക്ലിപ്പിംഗ് ഞാൻ എടുക്കാൻ വിട്ടുപോയി, അതാണ് ഇതിലില്ലാത്തത്. നെക്സ്റ്റ് പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡ് എന്തൊക്കെ റെഡിയാക്കിയതാണെന്ന്. ഉച്ചയ്ക്ക് ഞാൻ മീൻ കറിയും ഫിഷ് ഫ്രൈയും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ചോറും ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ്. ഞാൻ ആദ്യം തന്നെ തേങ്ങ ഇട്ടു, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ തക്കാളി, പച്ചമുളക്, കറി ലീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ആഡ് ആക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറക്കി അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കറി ലീഫും കൂടെ ആഡ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതവിടെ തിളയ്ക്കാനായിട്ട് റെഡിയാക്കി വയ്ക്കുക. അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് റെഡിയാവാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ഫിഷ് ഫ്രൈ റെഡിയാക്കാനായിട്ട് മസാല റെഡിയാക്കാം. അത് സാധാ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെപ്പറും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടെ ചേർത്ത് മസാല റെഡിയാക്കിയിട്ട് ഫിഷ് അതൊന്ന് ഇതാക്കി വെക്കുകയാണ്, മാഗ്നേറ്റ് ചെയ്ത്. എന്നിട്ട് നെക്സ്റ്റ് അപ്പോഴേക്കും അവിടെ ഫിഷ് കറി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല പോലെ അരപ്പൊക്കെ തിളച്ച് വരുന്നു. അപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും അതിലോട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഫിഷ് ഫ്രൈ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതും അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഓടൊപ്പം തന്നെ പൊട്ടറ്റോ ഫ്രൈ ഞാൻ സൈഡിൽ കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. ഇതൊക്കെ കഴിച്ച ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈവനിങ് നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് പോകുന്നതാണ്. അവിടെ പോയി ഫുഡ് കഴിക്കുന്നതാണ്. അതും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും അവിടെ ഉള്ള ഒരു ഇന്ത്യൻ റോയൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. ഇവിടെ നല്ല ഉഴുന്നുവടയൊക്കെ കിട്ടും. അത് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പം ഫസ്റ്റിന് നമ്മൾ ഓർഡർ ആക്കിയത് പാനിപൂരി, ഉഴുന്നുവട, പിന്നെ ഒരു പാവ് ഭാജി കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് അവർ കൊണ്ടുവന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവടയല്ല, പാനിപൂരി നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്യണം. അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് ഉഴുന്നുവട എത്തി. ഉഴുന്നുവട ഒരു സെറ്റിൽ 2 ഉഴുന്നുവട വെച്ച് ഒരു വലിയ 3 സൈഡ് ഡിഷോടെ കൂടി കിട്ടും. അത് നല്ല സോഫ്റ്റുള്ള ഉഴുന്നുവടയാണ്, നല്ല ക്രിസ്പിയുമാണ്. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ചമ്മലാണ് മുഖത്താണ് കാണുന്നത്. നല്ലതായിരുന്നു ഉഴുന്നുവട. ഞാനും ടേസ്റ്റാക്കി, എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പാവ് ഭാജി ഒരു ആവറേജ് ടേസ്റ്റായിരുന്നു, ഒരു രസമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റാണ് നമ്മൾ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോഫിയും അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. കോഫി ഇവിടുത്തെ കോഫി സൂപ്പറാണ്. അതും കൂടെ കഴിച്ച ശേഷം നമ്മൾ ഫുള്ളെല്ലാം തീർത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി നെക്സ്റ്റ് ഒരു സൂപ്പർ വ്ളോഗായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.